അമിത്ഷാ ഇന്ന് തിരുവനന്തപുരത്ത് എത്തുകയാണ്. പുതിയ സംസ്ഥാന കാര്യാലയത്തിന്റെ ഉദ്ഘാടനം നാളെ നിർവഹിക്കും. പുത്തരിക്കണ്ടം മൈതാനിയിൽ 1,00,000 പേർ പങ്കെടുക്കുന്ന വാർഡ് തല നേതൃസംഗമവും അമിത്ഷാ ഉദ്ഘാടനം ചെയ്യും. ഇതോടെ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ബിജെപിയുടെ ഔദ്യോഗിക തുടക്കം ആവുകയാണ്. ബിജെപി ഓഫീസിൽ നിന്ന് ടി വി പ്രസാദ് നമുക്കൊപ്പം ചേരുന്നു തത്സമയം. ഗുഡ് മോർണിംഗ് ടി വി പ്രസാദ്. മുഖം മിനുക്കി ആഡംബരത്തോടെ നിൽക്കുകയാണ് KG മാരാർ ഭവൻ. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായോ? അമിത്ഷാ എപ്പോഴെത്തും? സുജയ, അമിത്ഷാ ഇന്ന് രാത്രി 10 മണിക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തും. രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിലുള്ള BJP നേതാക്കൾ അമിത്ഷായെ സ്വീകരിക്കും. നാളെ രാവിലെ 11 മണിക്കാണ് എനിക്ക് പിറകിൽ കാണുന്ന ഈ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുക. ആദ്യം ഇതിൻ്റെ ചടങ്ങുകളൊന്ന് പറഞ്ഞു പോകാം, എന്നിട്ട് കെട്ടിടം നമുക്ക് വിശദമായി പ്രേക്ഷകരെ ഒന്ന് കാണിക്കാം. കാരണം BJPയുടെ സംസ്ഥാന കാര്യാലയം ഈയിടെ ഉദ്ഘാടനം ചെയ്ത AKG സെൻറ്ററിനേക്കാളും എത്രയോ വലുതാണ്. വർഷങ്ങൾക്ക് മുമ്പ് പണി തുടങ്ങിയതാണ്, നമുക്കറിയാം. നാളെ രാവിലെ 11 മണിക്കാണ് ഇവിടെ ചടങ്ങ്. ഇവിടെ പതാക ഉയർത്തും അമിത്ഷാ. അതിനുശേഷം KG മാരാരുടെ ഒരു വെങ്കല പ്രതിമയുണ്ട്, അത് അമിത്ഷാ ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം ഇവിടെ നിന്ന് നേരെ പുത്തരിക്കണ്ടം മൈതാനിയിലേക്കാണ് 12 മണിയോടുകൂടി വാർഡ് തല നേതൃസംഗമം ആണ് നടത്തുക. തിരുവനന്തപുരം, പത്തനംതിട്ട, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ പ്രതിനിധികൾ ഇവിടെ എത്തുമെന്നാണ് BJP നേതൃത്വം പറയുന്നത്. 25,000 ആളുകളെയാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റ് നേതാക്കളും ഓൺലൈനായി യോഗത്തിൽ പങ്കെടുക്കുന്നതോടുകൂടി സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണത്തിൻ്റെ ഔദ്യോഗിക തുടക്കം കൂടിയാകും എന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഓഫീസ് ഒന്ന് നമുക്ക് പ്രേക്ഷകരെ കാണിച്ചു കൊടുക്കാം. സുജയ, പടുകൂറ്റൻ കെട്ടിടമാണ് KG മാരാർ ഭവൻ. ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാന കാര്യാലയം കേരളം എന്ന് വലിയ രീതിയിൽ മുകളിലേക്ക് എഴുതിയിട്ടുണ്ട്. ഇത് തിരുവനന്തപുരം നഗരമധ്യത്തിൽ തമ്പാനൂരിനോട് ചേർന്ന് അരിസ്റ്റോ ജംഗ്ഷൻ എന്നൊരു സ്ഥലമുണ്ട്. അരിസ്റ്റോ ജംഗ്ഷനിൽ നിന്ന് ജസ്റ്റ് ഒരു 50 മീറ്റർ മാറിയാണ് ഈ കെട്ടിടം. ഈ കെട്ടിടത്തിൻ്റെ വലിപ്പം നമുക്ക് കുറച്ചുകൂടി ഇങ്ങോട്ടേക്ക് വന്നാൽ ഒന്ന് കാണാം. എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു കെട്ടിടമാണ്. നേതാക്കൾക്ക് താമസിക്കുന്നതിനും ഭാവിയിലേക്കുള്ള മുഖ്യമന്ത്രിയുടെ മുറിയും റിസപ്ഷനും അതുപോലെ തന്നെ സംസ്ഥാന ഭാരവാഹികളുടെ മുറിയും അതുപോലെ തന്നെ മറ്റെല്ലാ സംവിധാനങ്ങളോടും കൂടിയ ഒരു പടുകൂറ്റൻ കെട്ടിടമാണ് പണികൾ. ഇത് കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി ഓഫീസായി മാറുകയാണോ ഉദ്ഘാടനത്തിന്റെ? ഉറപ്പായും കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി ഓഫീസായി BJPയുടെ ഈ സംസ്ഥാന കാര്യാലയം മാറുന്നു എന്നതാണ്. BJPയുടെ കേന്ദ്ര ഓഫീസിൻ്റെ ദൃശ്യങ്ങൾ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. ഏതാണ്ട് അതിനോടൊക്കെ കിടപിടിക്കുന്ന രീതിയിൽ കേരളവും ഒട്ടും മോശമല്ല എന്നതാണ്. നിലവിൽ ഒരു MLA പോലും പാർട്ടിക്കില്ല, പക്ഷേ ഒരു അഭിമാനത്തോടെ അവർക്കൊരു MP ഉണ്ട്. പക്ഷെ വരുന്ന തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ BJPയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നവർ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ഇന്ന് അമിത്ഷാ എത്തുകയാണ്. BJPയുടെ സംസ്ഥാന കാര്യാലയം, അതാണ് പ്രസാദ് കാട്ടി തന്നുകൊണ്ടിരിക്കുന്നത്. പ്രസാദ്, രാവിലെ ഓഫീസിലേക്ക് ആരെങ്കിലും എത്തിയോ, അതോ പ്രസാദാണോ ആദ്യം എത്തിയത്? ഓഫീസിൽ നമ്മൾ രാവിലെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് സുജിയ, ഞാനുണ്ട്. അതല്ല, BJPയുടെ ഓഫീസിന്റെ കാര്യമാണ് ചോദിച്ചത്. BJP ഓഫീസിന് മുന്നിൽ ആരെയും കാണുന്നില്ല. BJPയുടെ ഓഫീസിൻ്റെ മുന്നിൽ ഇന്നലെ രാത്രി വൈകുന്നത് വരെ ഇവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ രാവിലെ ഇത് കണ്ടോ, ആ ബോർഡുകളൊക്കെ സ്ഥാപിക്കുന്ന ആളുകളൊക്കെ ഉള്ളൂ. കുറച്ച് കഴിയുന്നതോടുകൂടി എല്ലാവരും എത്തുമെന്നാണ് നേതാക്കളോട് ചോദിച്ചപ്പോൾ മനസ്സിലായത്. അവർ വന്നിരുന്നെങ്കിൽ നമുക്ക് അകത്ത് കയറി എല്ലാം കാണിക്കാമായിരുന്നു. എന്തായാലും നമ്മളിതൊക്കെ പ്രേക്ഷകരെ കാണിക്കുന്നുണ്ട്. നാളെ രാവിലെ 11 മണിക്കാണ് ഈ ഓഫീസ് ഉദ്ഘാടനം ചെയ്യുക. ഇപ്പോഴും ഭാഗികമായി ഈ ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട് സുജിയ. ഒരു പഴയ സംസ്ഥാന കാര്യാലയം താൽക്കാലികമായി തൈക്കാട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ പല വാർത്താ സമ്മേളനങ്ങളും പല പരിപാടികളിലേക്കും ഇവിടേക്കാണ് നമ്മളെ അവർ വിളിക്കുന്നത്. എന്തായാലും നാളെ മുതൽ പൂർണ്ണമായി BJPയുടെ സംഘടനാ സംവിധാനം നിയന്ത്രിക്കുന്ന ഓഫീസായി ഇത് മാറും. പടുകൂറ്റൻ കെട്ടിടം തന്നെയാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു. TV പ്രസാദാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്ന്. പ്രസാദ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ടീം മുഴുവൻ അവിടെ സെറ്റാണ്. അവർ ഓരോരുത്തരായിട്ട് ഓരോ വാർത്തയുമായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ താങ്ക് യു TV പ്രസാദ്.